എന്ന് പറയുന്ന ചാനലല്ല. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ ആ ചാനലിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മെയിനായിട്ട് പുള്ളിക്കാരൻ അതിനകത്ത് പെർഫോം ചെയ്ത കാര്യങ്ങളും പിന്നെ പല കാര്യങ്ങളും നമ്മൾ എടുത്തോട്ട് എത്തിയിട്ടില്ല. കാര്യം 24/7 വരെ എഡിറ്റഡ് ആണ്. അപ്പം ഈ പറയുന്ന പോലെ തന്നെ എപ്പിസോഡിലും അത് കാണണമെന്നില്ല. കാര്യം ആകെപ്പാടെ 1.5 മണിക്കൂറല്ല കിട്ടത്തുള്ളൂ. ഈ 24 മണിക്കൂർ നടന്ന കാര്യങ്ങൾ 1-2 മണിക്കൂർ മാത്രമേ നമുക്ക് അതിൽ കിട്ടത്തുള്ളൂ. എന്തായാലും പുള്ളിയെ പറ്റിയിട്ട് കാരണം കുറേ കാര്യങ്ങൾ അതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് ആ ഇന്റർവ്യൂ കാണുക. അപ്പം മെയിനായിട്ട് അതിൽ പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഗബ്രി ഇഷ്യൂ ആണ്. ജാസ്മിൻ്റെയും ഗബ്രീനെ പറ്റിയിട്ട് അതിനകത്തിരിക്കുന്ന ആങ്കർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കാര്യം ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയമാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അഭിഷേകിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് മൊത്തം അവിടെ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. അപ്പം ഈ ഒരു വീഡിയോ ആദ്യമേ ഞാൻ പ്ലേ ചെയ്യുന്നതിന് മുന്നേ ഈ ജാസ്മിൻ്റെ അന്തം ഫാൻസിൻ്റെ അടുത്താണ് പറയുന്നത്. എൻ്റെ അടുത്ത് വന്നിരുന്ന് കമൻറ്റ് ഇട്ടിട്ടോ മെഴുകിയിട്ടോ ഒരു കാര്യമില്ല. നിനക്കൊന്നും താല്പര്യമില്ലെങ്കിൽ കാണണ്ട. അവൾ അതിനകത്ത് ചെയ്യുന്ന പുണ്യപ്രവൃത്തിയൊന്നും അല്ലല്ലോ. നല്ല രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നല്ലതെന്നേ പറയത്തുള്ളൂ. നല്ലതായിട്ട് ഇന്നേ വരെ ഒന്നും കാണുന്നില്ല. ഇന്നലെ അവിടെ ചെന്നിരുന്നിട്ട് ചോറ് വാരി കൊടുക്കുന്നതും അവൻ്റെ കവിളിലൊക്കെ പിടിക്കുന്ന കുറേ സീനുകൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. എന്നെ കൊണ്ട് ഇതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഈ കാണിക്കുന്നതിനകത്തോട്ട് ഞാനത് പൊക്കിപ്പിടിച്ച് വലിയ ഗെയിമറാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കത്തുമില്ല. അതുകൊണ്ട് ഇനി ആരും ആ ഒരു മുഖത്തിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന് കമൻ്റ് ഇട്ടിട്ടോ നീയൊക്കെ എന്നെ ചീത്ത വിളിച്ചിട്ടോ എന്നെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടോ ഒരു പ്രയോജനമില്ല. ഞാനത് മൈൻഡ് പോലും ചെയ്യത്തില്ല. നീയൊക്കെ അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അഭിഷേക് പറഞ്ഞ കാര്യം എന്താണെന്ന് കേട്ടു നോക്കാം. എന്നോട് സംസാരിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ്റെ ക്യാരക്ടറാണ് കയ്യിൽ പിടിച്ചിരിക്കുക. മീൻസ് ഭയങ്കര ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ അവർക്കൊരു ലിമിറ്റ്സ് ഇല്ല, ഞങ്ങൾക്ക് കയ്യിൽ പിടിച്ചിരിക്കണം, അങ്ങനെയാണ് ഇതിന്. അപ്പോൾ ഞാൻ ചോദിച്ചു പുറത്ത് നെഗറ്റീവ് ആണെന്ന് ജാസ്മിൻ അറിയാമല്ലോ, എന്നിട്ട് ഇത് ചെയ്യുന്നത് ക്യാമറ സ്പേസിന് അല്ലേന്ന് ഞാൻ ജാസ്മിനോട് ചോദിച്ചു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു അല്ല, പുറത്ത് നെഗറ്റീവാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൈവിടുമ്പോൾ ആൾക്കാർ പറയും അപ്പോൾ ഇവള് ചെയ്തത് മോശമാണ്, അപ്പോൾ നമ്മൾ ഇനി അത് തുടർന്നില്ലെങ്കിൽ അത് മോശമാണെന്ന് നമ്മൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള വരാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ക്ലിയർ ആയിട്ട് എന്നോട് ജാസ്മിൻ പറഞ്ഞു ഇത് ഫ്രണ്ട്ഷിപ്പാണ്, ഇതിന് മേലെ ഒന്നുമില്ല, ഗെയിമിൽ ഞങ്ങൾ എഫക്റ്റഡ് അല്ല. ഗബ്രി എൻ്റെ അടുത്ത് പറഞ്ഞു ഗെയിം വന്നാൽ ജാസ്മിനെ ചൂസ് ചെയ്യുള്ളൂ, അല്ല സോറി ഗെയിമിനെ ചൂസ് ചെയ്യുള്ളൂ, ജാസ്മിനല്ലാന്ന്. കണ്ടോ, ഇതിനകത്ത് ഇത്രയും ഡയലോഗ് അഭിഷേകിന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്നിട്ട് ഫുൾ അങ്ങ് ട്വിസ്റ്റ് ആയത്. എല്ലാ വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ എടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് പറയാൻ മറുപടിയില്ല. അതിനകത്ത് പറഞ്ഞ് ഞങ്ങൾ പ്രണയം പിടിച്ചു വെച്ചിരിക്കുകയാണ്, മറ്റേതാ മറിച്ചയാണെന്ന്. പിന്നെ ഇത്രയും നാൾ കയ്യിൽ കെട്ടിപ്പിടിച്ചു എടുത്തിട്ടൊക്കെ ഇരുന്നിട്ട് ഇനി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഞങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ആൾക്കാരെന്തോ ചിന്തിക്കും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി തന്നെയല്ലേ ഈ ഗബ്രിയുടെ അടുത്ത് എന്നിരുന്നു പറഞ്ഞത് നമ്മുടെ ചെയ്ത്താണ് മാറ്റേണ്ടത്, നമ്മുടെ കെട്ടിപ്പിടി കാര്യങ്ങൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷയങ്ങളെന്നൊക്കെയാണ് അവൾ ഇൻഡയറക്ട്ലി ഉദ്ദേശിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ അതിനകത്തിരുന്ന് അടിക്കുന്നത്. കാര്യം എന്താണ്, പെട്ടെന്ന് ആൾക്കാർ എന്ത് ചിന്തിക്കും? പെട്ടെന്ന് നമ്മൾ കൈ പിടിച്ചുകൊണ്ടിരുന്നവർ, പെട്ടെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കും അപ്പോൾ ഇവർ മനഃപൂർവ്വം ചെയ്തുകൊണ്ടിരുന്നതാണ്, അപ്പം നമുക്കൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ എങ്ങാണ്ട് എനിക്ക് തോന്നുന്നു രാത്രിയിലെങ്ങാണ്ട് നടന്നൊരു സംഭവമാണ്. ഗബ്രി ഈ പറയുന്ന ജാസ്മിൻ്റെ കയ്യിലോട്ട് പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്യാമറ കാണുന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവൻ നൈസായിട്ട് കൈയെടുത്ത് അങ്ങ് മാറ്റിയൊരു സീനുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് ക്യാമറ ഉണ്ടായത് കൊണ്ടാണ് ഇവർ കൂടുതൽ ക്ലോസ് ആവാത്തത്. ഐ മീൻ എന്താണ്, കൂടുതൽ കെട്ടിപ്പിടിച്ചിരിക്കാത്തത്, കൂടുതൽ ഉമ്മ കൊടുക്കാത്തത്. ഗബ്രി അതിനകത്ത് ചെന്നിട്ട് എത്ര വട്ടം അവർക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കണ്ണിൽ ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലോ മാങ്ങാത്തൊലിയിൽ നിന്നും ഒന്നും കാണാനും പറ്റത്തില്ല, അതൊന്നും ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. എന്തായാലും ബാക്കിയുടെ കേട്ടോ. പക്ഷെ ലാലേട്ടൻ ഇട്ട വീഡിയോയിൽ ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് പറയും. ഗെയിം വന്നു കഴിഞ്ഞാൽ ഞാൻ ലവ് ആണ് ചൂസ് ചെയ്യുക, ജാസ്മിനെയാണ് ചൂസ് ചെയ്യുക, ഞാൻ നിന്റെ ലവറാണ്, ഭർത്താവാണ്, അതെല്ലാം വന്നു. അപ്പൊ ഇവർ ഒരു സ്ഥലത്ത് പറയുന്നതല്ല മറ്റേത് പറയുന്നത്. ഇവർക്ക് പിന്നെ എൻ്റെ അടുത്ത് ജാസ്മിൻ കുറേ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, ഈവൻ നോറ സംസാരിക്കുന്നുണ്ട്. ഇതൊന്നും എന്നെ ഇഷ്ടമായിട്ടോ എൻ്റെ അടുത്ത് സംസാരിക്കാനല്ല, ഇവർക്ക് പറയണം, ജനങ്ങളിലേക്ക് പല കാര്യങ്ങളും എത്തിക്കണം. അപ്പൊ അത് കേൾക്കുന്ന ഒരു ഗുഡ് ലിസണർ ആയുള്ള ആളെ പിടിച്ചൊരു ബൊമ്മയെ പോലെ ഇരുത്തി അവർ സംസാരിച്ചിട്ടുണ്ട്. ഇത് എപ്പിസോഡ് കാണുമ്പോൾ എനിക്കിത് മനസ്സിലാവുന്നത്. അതായത് ആൾക്കാരുടെ ഇടയിലോട്ട് ഇവർക്ക് മാക്സിമം കൊടുക്കണം, ഞങ്ങൾ ഇതിനു വേണ്ടി നിൽക്കുന്ന വേറെ ഒന്നിനും അല്ല. അതെനിക്ക് എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതായത് അഭിഷേകിനെ സംബന്ധിച്ച് നല്ലൊരു ലിസണറാണ്. അപ്പോൾ അഭിഷേക് ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കേൾക്കും. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ക്വാളിറ്റിയാണ്. ഈ ഭയങ്കര ഒരു ലിസണർ ആവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം എല്ലാം കേട്ടിട്ട് മറുപടി പറയണത് ആ ഒരു പേഷ്യൻസ് കാണിച്ച് വലുതാണ്. ചിലവർക്ക് ആ ഒരു സമാധാനം കിട്ടത്തില്ല. നമ്മൾ പറയുന്ന കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് കളയും. അഭിഷേകിന് ഇത്രയും കാര്യങ്ങൾ വിളിച്ചിരുത്തി പറയാൻ തന്നെ അതിലൊരു റീസൺ ഉണ്ടെന്ന് പുള്ളി പറയുന്നത്. അല്ലെങ്കിൽ ക്യാമറയിൽ നോക്കി ഇതിനെ പറ്റി സംസാരിക്കുമ്പം സ്വാഭാവികമായിട്ട് ആൾക്കാരുടെ ചിന്തയിൽ ശരിയാ, അവർ തമ്മിൽ കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് നമ്മളാരും വിഡ്ഢികളൊന്നും അല്ലല്ലോ. ഇത് മൊത്തവും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പരിപാടിയാണല്ലോ. അതേപോലെ നോറയുടെ കേസും പറയുന്നുണ്ടല്ലോ, നോറയും പിടിച്ചിരുത്തി ഇതുപോലെയാണ്. എന്തായാലും കോമഡി തന്നെ. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ,
ബിഗ് ബോസിൽ ചെന്ന് വൈൽഡ് കാർഡായിട്ട് കയറിയിട്ട് എനിക്ക് തോന്നുന്നു അഭിഷേകും സായിയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. പറഞ്ഞു കൊടുത്തിട്ടും ഈ ഒരു പരിപാടി റിപ്പീറ്റ് ചെയ്യുന്നതിനകത്ത് അവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് അവരും സംസാരിക്കുന്നത്. അവർക്ക് മനസ്സിലായി കാര്യം പക്ക ഡ്രാമയാണ് ഈ കാണിക്കുന്നത്, ഫുള്ള് ഉടായ്പ പരിപാടിയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ബാക്കിയുടെ കേട്ടുപോകാം. വ്യക്തമായിട്ട് അറിയാം പുറത്ത് എന്താണ് നടക്കുന്നത്. സായി വന്ന് വ്യക്തമായി ഇരുന്ന് പറഞ്ഞു കൊടുത്തു. ഞാനും ആക്ച്വലി കുറെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത്. ഇതെല്ലാം അറിഞ്ഞിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് സായി പറഞ്ഞു കൊടുത്തു, ഞാൻ പറഞ്ഞു കൊടുത്തു. അത് അറിഞ്ഞിട്ടും അവർ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അതെന്താണെന്ന് അറിയത്തില്ലെന്ന്. ഇതെല്ലാം മനസ്സിലായി. എൻ്റെ ഒരു അറിവിൽ ഞാൻ കാര്യമായിട്ട് പറയാം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഷോയ്ക്കകത്ത് 24/7 എപ്പിസോഡിലും ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. വ്യക്തമായിട്ട് ജാസ്മിന് പുറത്തുള്ള എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഈ ഇന്റർവ്യൂവിൻ്റെ കേസ് അറിഞ്ഞിട്ടുണ്ട്, അഫ്സലിൻ്റെ കേസ് അറിഞ്ഞിട്ടുണ്ട്. ഇനി അറിയാനായിട്ട് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ ഈ അറിയാനായിട്ട് ഇനി ഉള്ളത്. എന്തായാലും അതിനിപ്പോൾ പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഇനിയിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത്ര അറിഞ്ഞിട്ടാണ് ഇപ്പോൾ അവൾ ഈ പരിപാടി കാണിക്കുന്നത്. ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്തെങ്കിലും ഈ ക്യാമറയെ നോക്കിയിട്ട് അല്ലെങ്കിൽ അഫ്സലിന് സുഖമാണോ എന്ന് ചോദിക്കുന്നതോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത് തന്നെ നിങ്ങൾ തന്നെ പറ. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് മറുപടി പറയുന്നത്? അവള് അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എത്ര വട്ടം ക്യാമറയുടെ മുഖത്ത് നോക്കി ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. അവിടെ എത്രയോ ആൾക്കാർ വന്നിരുന്ന ഓരോ കാര്യങ്ങൾ ക്യാമറയെ നോക്കി സംസാരിക്കുന്നത്. ഇവൾ എത്ര വട്ടം സംസാരിച്ചിട്ടുണ്ട്? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്. അവൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നതും ഈ ഒരു ഷോയാണ്. അവൾക്ക് വേറെ പുറത്തുള്ള കാര്യങ്ങളോ ഫാമിലിയോ കാര്യത്തിനെ പറ്റിയിട്ടല്ല അവൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് അവളുടെ ഏറ്റവും ഭയങ്കര ഒരു വിജയമായിട്ട് കുറേ ആൾക്കാർ കാണുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പുറത്തിരുന്നിട്ടെങ്ങാണ്ട് ചപ്പാത്തിയോ ചോറോ അങ്ങാണ്ട് വാരി കൊടുക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അതിനകത്ത് ഈ പറയുന്ന ജാസ്മിൻ അനിയനെ പറ്റി പറയുന്നൊരു സീനുണ്ട്. ഞാൻ പൊന്നൂനെ പോലും ഞാൻ ഇതേപോലെ നോക്കിയിട്ടില്ല, എടുത്തിട്ടില്ലെന്ന്. അതെന്തായാലും ഒന്ന് കേട്ടു നോക്കാം. ഞാൻ എൻ്റെ പൊന്നൂനെ പോലും ഇങ്ങനെ നോക്കിയിട്ടില്ല, ഇങ്ങനെ കെയർ ചെയ്തിട്ടില്ല എന്നാണ് ഗബ്രിയോട് ഇന്നലെ ജാസ്മിൻ പറയുന്നത്. അതായത് ടാസ്കിൻ്റെ ഇടയിൽ നടന്ന വഴക്കിനെ തുടർന്ന് ഗബ്രിയും ജാസ്മിനും തമ്മിൽ പിണങ്ങുന്നു. ആ പിണക്കത്തിൻ്റെ ഒടുവിൽ ഭക്ഷണം പോലും കഴിക്കാതെ ഗബ്രി നടക്കുകയാണ്. കള്ളൻ, കുതികാല് വെട്ട്, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തി, ചതിച്ചു, വഞ്ചകൻ തുടങ്ങിയ വാക്കുകളൊക്കെ തന്നെ പ്രൊവോക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ജാസ്മിൻ അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച ഗബ്രി രാത്രിയിലും ഭക്ഷണം കഴിക്കാതെ കിടന്നപ്പോൾ ജാസ്മിൻ തൻ്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ട് ഗബ്രിയുടെ അടുത്ത് പോവാണ്. പക്ഷേ ഗബ്രി ഒരു തരത്തിലും അത് കഴിക്കുന്നില്ല. ജാസ്മിൻ അവിടെ ഇരുന്ന് കൊഞ്ചി പിഴിഞ്ഞ് കരഞ്ഞ് നല്ല രീതിയിൽ നിർബന്ധിച്ചു. അങ്ങനെ എന്താ ഇനിയിപ്പോൾ ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച കിച്ചൺ ടീമിൽ നിന്ന് പോയേക്കാം, പിന്നെ നിനക്ക് കഴിക്കാൻ പറ്റില്ല, എൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഒരു വാ നിനക്ക് കഴിച്ചൂടെ ഗബ്രി എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ബ്ലാക്ക് മെയിലൊക്കെ ചെയ്ത് ഗബ്രിയെ കൊണ്ട് ഒരു വാ കൊടുത്ത് കഴിക്കാനായിട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ പൊന്നൂനെ പോലും ഇങ്ങനെ നിർബന്ധിക്കേണ്ടിയോ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കേണ്ടതോ ആയിട്ടോ എനിക്ക് വന്നിട്ടില്ല എന്ന് ജാസ്മിൻ പറഞ്ഞത്. സ്വന്തം അനിയനടുത്ത് പോലും ഇതുപോലൊരു കെയർ കാണിച്ചിട്ടില്ലെന്ന് അവളുടെ വായും കൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഇതിന് ഞാൻ ഉണ്ടാക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലേ? അവൾ അതിനെക്കാട്ടിയും കെയറും സ്നേഹവും ഇവന് കൊടുക്കണമെങ്കിൽ, ഈ ഇന്നലെ കണ്ട ഒരുത്തൻ ഇങ്ങനെ കൊടുക്കണമെങ്കിൽ എന്താണ് അതിനകത്തൊരു ഇന്റൻഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ ഒരു കണ്ടിട്ട് ഇപ്പം എത്ര എനിക്കൊന്ന് മാക്സിമം എത്ര 50 ദിവസമായി. 50 ദിവസത്തിന്റെ വീട് ചെന്ന് കയറി 4ന്റെ അന്ന് തുടങ്ങിയ പരിപാടിയാണത്. നിങ്ങൾ ഈ പറയുന്ന ജാസ്മിന്റെ ഇൻസ്റ്റാഗ്രാമിൽ വേറെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുന്ന കണ്ടിട്ടുണ്ടോ? അല്ലെ എന്തെങ്കിലും സ്റ്റോറീസ് റീഷെയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ജാസ്മിന്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എല്ലാം ഹാൻഡിൽ ചെയ്യണത് ഈ പറയുന്ന അഫ്സലാണ്. അല്ലാതെ കുറെ വിഡ്ഢികൾ ചിന്തിച്ചിരിക്കുന്നത് ഞാനല്ല. ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അഫ്സലാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും എടുത്ത് റീഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണത്. കാര്യം ചെന്ന് 4ന്റെ അന്ന് തൊട്ട് ഇവന്റെ കൂടാണ്. അതെങ്ങനെ എടുത്ത് വെച്ച് ഷെയർ ചെയ്യാൻ പറ്റും? അതൊന്നും ഒരിക്കലും ഗെയിമായിട്ടൊന്നും കാണാൻ പോലും പറ്റത്തില്ല. അതും ഇത്ര നെഗറ്റീവ് ഇരിക്കുന്ന സമയത്ത് ഇവളെ ഒറ്റയ്ക്കൊന്നും കണ്ട ചരിത്രമില്ല. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ലൈവിൽ ഒറ്റയ്ക്ക് പോകുന്നതോ വരുന്നത് കണ്ടിട്ടുണ്ടോ? ഫുൾ ടൈം ഇവന്റെ കൂടാണ് നടക്കുന്നത് എടുക്കുന്നത്. അതെന്തോ എടുത്ത് വെച്ച് കട്ട് ചെയ്ത് പാട്ട് മ്യൂസിക് കയറ്റിയിട്ട് ഇടാനാ ഒരു തേങ്ങയില്ല. ചെന്നൈൻ്റെ പിറ്റേന്ന് 2 ദിവസം മുമ്പേ ഒരു ഫയർ ഉണ്ടായിരുന്നു, ഒരു അടിയും വഴക്കൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ പിന്നെ എന്തോ അതിനകത്ത് കാണിച്ചിട്ടുള്ളത്? എന്തോ എടുത്ത് വെച്ച് ഷെയർ ചെയ്യാനാണ്. അത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത് എനിക്ക് പുറത്തൊരു അനിയനുണ്ട്, അനിയന് സ്കൂളിൽ പോകണ്ടേ, അവൻ സ്കൂളിൽ പോകുമ്പോൾ ആൾക്കാർ അവനെ പറ്റി എന്തൊക്കെ പറയും എന്ന് പറഞ്ഞ ഡയലോഗാണ്. എന്നിട്ട് ഇവളിപ്പം പറയുന്നത് ഞാൻ എൻ്റെ പൊന്നൂനെ പോലും ഇതുപോലെ കെയർ ചെയ്തിട്ടില്ല, എൻ്റെ പൊന്നൂനെ പോലും ഞാൻ ഇതുപോലെ നിന്നെ കൊഞ്ചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് വാരി കൊടുക്കുന്നത്.
ഇതിനകത്ത് നിങ്ങൾ എന്ത് പറയുന്നത്? ഈ ഒരു കാര്യത്തിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്. അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന കുറെ അന്തം ഫാൻസും ഉണ്ടല്ലോ, അപ്പോൾ അവന്മാരും തീർച്ചയായിട്ടും കമന്റ് ഇടും. ഇതും വളച്ചൊടിക്കാൻ നോക്കുക കേട്ടോ. മാക്സിമം ഇത് എന്തൊക്കെ വളച്ചൊടിച്ചിട്ട് ചേച്ചി ഉയർന്നും പറഞ്ഞിട്ട് നീയൊക്കെ മാസ് ബീജിയും കേട്ടിട്ട് വീഡിയോ ചെയ്യും. എന്തായാലും ഈ ഒരു സീസണിന്റെ കാര്യം ഭയങ്കര ഫ്ലോപ്പ് ആയിക്കൊണ്ട് വരിക. ആ രതീഷിനെയൊക്കെ അവിടെ കയറ്റി നിർത്തിയിട്ട് കുറെ നോക്കൂത്തിയെ പോലെ കുറെ എന്ത് പറയണ്ട, ഒരു കോമാളിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി വെറുതെ അവിടെ ചെന്ന് പാട്ടും പാടി ഉള്ള വിലയും കൂടെ കളയുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. ഗസ്റ്റ് എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോയെങ്കിൽ, അല്ലാതെ അയാളെ ഒരു കണ്ടസ്റ്റന്റ് ആക്കിയിട്ട് അയാൾക്ക് ഒരു ദിവസമെങ്കിലും കൊടുക്കുക. അയാൾ ആ ഗെയിം മൊത്തത്തിൽ ചേഞ്ച് ചെയ്യും, പിന്നെ ഇത്തിരി എന്തെങ്കിലും ഓളം ഉണ്ടാക്കും, നമ്മൾ കാണുന്ന നമുക്കെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വരും. ഇത് ചുമ്മാതെ അങ്ങേരെ പിടിച്ചിരുത്തി ഇങ്ങനെയുള്ള പരിപാടി കാണിക്കാതിരിക്കുന്നതാണ് എനിക്ക് തോന്നിയ കാര്യം. സായിയൊക്കെ അവിടെ ചെന്ന് കാണിക്കുന്നുണ്ടല്ലോ, സായിയെ പറ്റിയിട്ട് അഭിഷേക് ഈ ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക, അതൊന്ന് കണ്ടുപോകാം. പറഞ്ഞത് ആൾക്ക് പുറത്ത് നല്ല ചീത്തപ്പേരാണ്, അത് മാറ്റാൻ വേണ്ടിയാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പറയില്ല. ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാനൊരു നല്ല ഹ്യൂമൻ ആണെന്നുള്ള കമന്റ്സ് വരാൻ വേണ്ടി സായി ചെയ്യുന്നതാണെന്ന് ഞങ്ങളോട് എല്ലാവരോടും റൂമിൽ സായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ നന്മ മരമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനകത്തോട്ട് കയറിയത്. പുറത്ത് ഭയങ്കര ചീത്തപ്പേരാണ്. എനിക്ക് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും പറയണം ഞാൻ ഒരു നന്മ മരം ആണെന്ന് സായിക്ക് പറയണമെന്ന്. ഇവനൊക്കെ എന്തിനാ അതിനകത്തോട്ട് പോയത്? എന്നിട്ട് ഈ ഡയലോഗ് അടിക്കാനാണെങ്കിൽ അവനെ കൊണ്ടൊരു ചുക്കും പറ്റത്തില്ലെന്ന് അവർ മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ ഇവരുടെ അടുത്ത് ഇങ്ങനെയുള്ള ഡയലോഗ് അടിച്ചതാണ്. ഇതെനിക്കൊന്നും ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. ഇതുപോലെ നന്മമരം കളിക്കാനാണെങ്കിൽ അവനെങ്കിൽ പിന്നെ എന്ത് പറയണ്ട, അവൻ വല്ല സന്യസിക്കാൻ അങ്ങനെ പോയിക്കൂടായിരുന്ന? അവനെന്തിനാ ഇതിനകത്തോട്ട് കെട്ടിയെടുത്തത്? പോയിട്ടുള്ള വിലയും കൂടെ കളയേണ്ട അവൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി നമുക്ക് അഖിൽ മാരാറിന്റെ വിഷയത്തിലോട്ട് വരാം. അഖിൽ മാരാറിന്റെ വിഷയത്തിൽ ഇന്നലെ റിനോഷ് ഇട്ട ഒരു വീഡിയോ ഉണ്ട്. അതിലൊരു 30 സെക്കൻഡ് മാത്രം ഞാനിവിടെ ക്ലിപ്പിംഗ് ആഡ് ചെയ്യാം. ആ ക്ലിപ്പിംഗ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ ഷോയുടെ ഇടയ്ക്ക് അതിന്റെ തുടക്കം ബിറ്റില് നിങ്ങൾക്ക് പെട്ടെന്ന് ആശുപത്രി പോകേണ്ട ഒരു സീനുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിങ്ങൾ പോവുകയും ചെയ്തു. നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ പുറത്തെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നത്. അത് ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ എന്നോട് പറയുന്നുണ്ട്. അപ്പോഴാണ് മറ്റേ റിനോഷന് PR ആണ്, ഇവരിങ്ങനെയാണ് എന്നൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വന്നു. ആൻഡ് ഓൾസോ അതില് വർക്ക് ചെയ്തേക്കുന്ന അതില് ഒരു ക്രൂ ആയിട്ട് ഉണ്ടായിരുന്ന ഒരാളെ ഈ പേരിൽ എവിടെയൊക്കെയോ വിട്ടു എന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കപ്പെടുന്നു ബ്രോ. അപ്പം എനിക്കറിയില്ല, പക്ഷെ അഖിൽ ബ്രോ തന്നെയാണോ എന്ന് പറഞ്ഞത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സംഭവങ്ങളൊക്കെ സംഭവിച്ചപ്പോഴും ചാനലോ അല്ലെ ബ്രോനെതിരായിട്ട് ആരും പ്രത്യേകിച്ചൊന്നും ചെയ്തൊന്നുമില്ല, അല്ല ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. സോ ഐ ഡോണ്ട് നോ ബ്രോ. ഈ ഒരു വിഷയം ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ട ഒരു കാര്യമാണ്. കാര്യം അഖിൽ മാരാറ് സുഖമില്ലെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് പുറത്ത് വീട്ടുകാരോട് സംസാരിച്ചു എന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ ഞാൻ ഉൾപ്പെടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ആ ഒരു സമയത്ത് മാരാറിന് പുറത്ത് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് അതിനകത്തുള്ള ഒരു ക്രൂ മെമ്പറൊക്കെ ആണെന്നാണ് പറയണത്. അതിന്റെ പേരിൽ ആ പുള്ളി അവിടുന്ന് പിരിച്ചു വിട്ടു എന്ന് കേൾക്കുന്നുണ്ട്. അതേ ഈ പുള്ളിക്കാരൻ തന്നെ സിബിൻ പുറത്തിറങ്ങിയ സമയത്ത് സിബിന്റെ കൂടെ എയർപോർട്ടിലും വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വെക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ ഒരു കാര്യം ഈ സത്യം പറഞ്ഞ റിനോഷ് പറഞ്ഞത്. റിനോഷ് അതിനെ പറ്റിയിട്ട് കൂടുതൽ എടുത്ത് പറഞ്ഞില്ല. പക്ഷെ ഇത് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയാമെന്നാണ് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം ഈ മാരാറിന്റെ ഇഷ്യൂല്. പിന്നെ മാരാറ് ഈ പറയുന്ന സകല യൂട്യൂബേഴ്സിനെയൊക്കെ ചീത്ത വിളിച്ചു എന്നും പിന്നെ ഏതൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ യൂട്യൂബേഴ്സിന്റെ തള്ളക്കി വിളിച്ചു എന്നൊക്കെ പറയുന്നത്. ഇവൻ ഒരു അധികാരമില്ല ഈ പറയുന്ന യൂട്യൂബേഴ്സിന്റെ തള്ളക്കി വിളിക്കാനും എടുക്കാനും ഒന്നും. ഇവിടെ ഇയാൾ വന്നിരുന്ന് പറയുന്നുണ്ട് എന്തൊരു റിവ്യൂ ചെയ്ത് നീയൊക്കെ എന്തൊരു PR ആണ് ചെയ്യുന്നത്, നിനക്കൊക്കെ എന്ത് മാങ്ങാത്തൊലി അറിയാൻ റിവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇയാൾ എന്തോ വലിയ സംഭവമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച്. മാരാർ പറഞ്ഞ എന്താണ്, ആ 2 ആൾക്കാർ ഈ പറയുന്ന ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന 2 പേര് നിന്ന് ഈ പറയുന്ന പെൺകുട്ടികൾക്ക് ഒരു മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി എന്ന് മാരാർ പറയുന്നുണ്ട്. അപ്പൊ ആ പറയുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടില്ല, ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പുറത്തുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ചെയ്തൊരു ഇതിനകത്ത് വീഡിയോക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ പെൺകുട്ടിയുടെ അടുത്ത് കണക്കെന്തോ കിടന്നു കൊടുക്കണമെന്ന് അങ്ങോട്ടുള്ള രീതിയിലാണ് അവന്മാർ സംസാരിച്ചത്. അങ്ങനെയൊക്കെ പറയുന്നവന്മാരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അടി കുറഞ്ഞ് വേറെ ഒരു സംസാരമില്ല. അതങ്ങനെ തന്നെ വേണം, അത് ഞാൻ ഇപ്പോഴും അത് തന്നെ പറയണത്. പക്ഷെ മാരാർ ഇപ്പോഴും പറയുന്ന ഈ കണ്ടസ്റ്റൻസിന്റെ പേര് പറഞ്ഞിട്ടില്ല. അതേ മറിച്ച് മാരാർ പറയുന്നത് ആ 2 പേരെന്ന് പറയുന്നത് അവരുടെ പേര് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കാനും ബാക്കിയുള്ളവരെ തള്ളക്കി വിളിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ശരിയല്ല. നിങ്ങളെ ഈ പറയുന്ന ബിഗ് ബോസിൽ പോയപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് ഈ പറയുന്ന യൂട്യൂബേഴ്സാണ്. എന്തെല്ലാം രീതി അലക്കി ഒളിപ്പിച്ചെന്നറിയാം. ആ മുണ്ടിന്റെ കേസ് അലക്കി വെളുപ്പിച്ച്, മുണ്ടിന്റെ കേസ് എന്ന് പറയുന്നത് വലിയ പൊക്കലും കാര്യങ്ങളും ഒന്നും അല്ലെങ്കിൽ പോലും ആക്ട് തെറ്റാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ പല കാര്യങ്ങളിൽ അലക്കി ഒളിപ്പിച്ചുകൊണ്ട് എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം. സമ്മർ മീഡിയ, ഈ പറയുന്ന രാജ് ടോക്സ്, മൂപ്പൻ, ഇവരെന്ന കാര്യം ഈ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ബിഗ് ബോസ് റിവ്യൂ എന്ന് പറയുന്നത് ഇവരുടെ 3 പേരുടെ ചാനലാണ് ഏറ്റവും ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ചാനൽ.
അപ്പോൾ എന്തുമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ അതൊരിക്കലും മറക്കരുത്. ഈ യൂട്യൂബേഴ്സിനെ എപ്പോഴും വന്ന് ഈ തെറി വിളിക്കുന്നതും ഞാനെന്തോ വലിയ മഹാസംഭവമാണെന്നുള്ള രീതിയിലുള്ള സംസാരവും അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുള്ള കാര്യം പറയാം, മാരാർ പറയണ എല്ലാ പോയിന്റും ഒക്കെ ശരിയായിരിക്കും. പല കാര്യങ്ങളും മാരാർ ഈ പറയുന്ന പെണ്ണ് കേസുകളിൽ സംസാരിക്കണത് മേ ബി മാരാറിൻ്റെ ഭാഗത്ത് ശരി കാണുമായിരിക്കാം. പക്ഷേ അത് മാരാർ പറഞ്ഞതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എല്ലാ കണ്ടസ്റ്റൻസിനെയും അത് ബാധിച്ചിട്ടുണ്ട്. ഞാനത് എൻ്റെ വീഡിയോയിൽ മാരാർ വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഞാൻ അത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. എനിവേ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇന്നലെ ജിനൂസ് ബ്രോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിനു 2.0 എന്ന് പറയുന്ന ചാനലിൽ അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട്. ജിനു ബ്രോ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന പുള്ളിക്കാരൻ വാട്സാപ്പിൽ ഇതിനൊക്കെ ചീത്ത വിളിച്ചതിനെ പറ്റിയും യൂട്യൂബേഴ്സിൻ്റെ തള്ളക്കി വിളിച്ചെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇവനിത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാര്യങ്ങൾ വളച്ചൊടിച്ച് സംസാരിക്കാൻ ഇവൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന് കാര്യങ്ങൾ അവതരിപ്പിക്കാനും വളച്ചൊടിക്കാനും അറിയാം. ബിഗ് ബോസ് 5-ൽ നിന്ന് അഖിൽമാരാർ വളരെ ജെന്യൂനായിട്ട് എന്ന ഒരാളാണ്, ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ ഈ അഖിൽമാരാർ ചെയ്തത് സിബിന് വേണ്ടി സംസാരിച്ചത് എന്തിനാണ്? അഖിൽമാരാരുടെ സീസണിൽ അവസാന നിമിഷം അഖിലിന് കിട്ടാത്തൊരു സപ്പോർട്ട് 80% ആൾക്കാരുടെ സപ്പോർട്ട് ഇപ്പോൾ സെബിനുണ്ടായിരുന്നു. അപ്പൊ ആ സെബിന്റെ കൂടെ നിന്നുകൊണ്ട് ഒരു വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാരത് ഏറ്റെടുക്കും. സെബിന്റെ സപ്പോർട്ടേഴ്സ് വരും. ഓൾറെഡി ഷോയ്ക്കെതിരെ ആൾക്കാർ നിൽക്കുവാണ് സെബിനെ പുറത്താക്കിയതിൽ. അപ്പോൾ സെബിന്റെ സപ്പോർട്ടേഴ്സ് വന്ന് അഖിലിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലാതെ അഖിൽ ഈ പെൺവിഷയം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടി പോലും മൈൻഡ് ചെയ്തില്ലായിരുന്നു. ആര് മൈൻഡ് ചെയ്തേനെ? ഒരാളും മൈൻഡ് ചെയ്തില്ലായിരുന്നു. ഇത് സെബിനിലൂടെ അഖിൽ പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ മൈൻഡ് ചെയ്തത്. അതുകൊണ്ടാണ് അഖിൽ സെബിനെ ഈ വിഷയത്തിൽ പോയി പിടിച്ചത്. എന്തുകൊണ്ട് ഈ സീസൺ തുടങ്ങുമ്പോൾ അഖിൽമാരാർ അത്ര ധാർമ്മികതയുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞില്ല? ഓഡീഷന് മുമ്പ് ഈ ഒരു വിഷയം പറഞ്ഞില്ല. പോകുന്ന പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം, ഇത് കണക്കുള്ള പീഡനം അവിടെ നടക്കുന്നുണ്ട്, നിങ്ങളെ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതൊരു വലിയ പോയിന്റാണ്. കാര്യം ഈ ഒരു ഷോ തുടങ്ങി പകുതി ആയപ്പം തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്ന് പറയാതെ ആദ്യമേ ഇത് അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മാരാർ ഇതിനെ പറ്റിയിട്ട് പറയണമായിരുന്നു. മാരാർ എപ്പം പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ വോയിസ് നല്ല രീതിയിൽ റേസ് ചെയ്ത് എപ്പം പറഞ്ഞാലും ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം നിങ്ങൾക്ക് പബ്ലിക്കിന്റെ മുന്നിൽ ബിഗ് ബോസിന് പോയതിനു ശേഷം കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് ഭയങ്കരമാണ്. അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു വിഷയത്തിലും കിട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർക്ക് അത് മനസ്സിലായേനെ, ഈ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന്. ഒരു ഷോ തുടങ്ങി അതിന്റെ പകുതി ആയ സമയത്ത് അതിലിങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ ഷോ എനിക്ക് തോന്നുന്നു ഏകദേശം 10-12 പേരൊക്കെയുള്ള ലൈവ് കാണാൻ. ഇത് പറഞ്ഞതിന് ശേഷം പോലും അതിന്റെ റേറ്റിങ്ങിനെയാണ് ഭയങ്കരമായിട്ട് ബാധിച്ചത്. കാര്യം ഈ ഒരു ഷോ കാരണമാണ് മാരാറ് 4 പേര് തിരിച്ചറിയാനായിട്ട് തുടങ്ങിയത്. അല്ലാതെ മാരാർ ഒരു ഫിലിം ഡയറക്ടർ ആയിരുന്നു ഇതെന്ന് പറഞ്ഞിട്ടായാലും ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാനൽ ചർച്ചയിൽ ഭയങ്കര ഒരു സംഭവം നടന്ന സമയത്തും പിന്നെ ബിഗ് ബോസിലൊക്കെയാണ് ഇത്തിരിയും കൂടെ പുള്ളി വൈഡർ ഓഡിയൻസിലോട്ട് എത്തിയത്. ഈ ഒരു പുള്ളിക്കാരനെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ തുടങ്ങിയതും ഈ വ്യക്തിയിൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഈ പറയുന്ന ബിഗ് ബോസ് ഷോയിൽ നിന്നാണ് മനസ്സിലാക്കിയത്. കാര്യം വേറെ ആരും ഇല്ലായിരുന്നു കളിക്കാനായിട്ട് പോലും. വേറെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് ഇത്രയും എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇയാളുടെ കണക്കൊരു കണ്ടസ്റ്റന്റ് ഞാൻ കണ്ടിട്ടില്ല. അത് ഇനി ഒരുത്തിന് ഒരു ഉണ്ടാവത്തുമില്ല. കാര്യം കിടിലൻ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അത് ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പോഴും കുറേ പേര് പറയുന്നത് എതിരാളികളില്ലാന്നുകൊണ്ട് മത്സരിച്ചുകൊണ്ടായിരിക്കും മാരാർ ജയിച്ച. ഒരു കോപ്പുമല്ല. അങ്ങേറെ മുന്നേ ഇനി എത്ര വിലയുള്ളതെ കൊണ്ടുവച്ച് കഴിഞ്ഞാലും അയാൾക്ക് കളിക്കാനുള്ള കഴിവുണ്ട്, സംസാരിക്കാനുള്ള കഴിവുണ്ട്. അത് ഞാൻ ഒരിക്കലും അത് മാറ്റത്തില്ല. അത് കറക്റ്റായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വിഷയത്തിൽ മാരാർ അന്ന് സംസാരിക്കണമായിരുന്നു. ഇന്ന് വന്ന് സംസാരിച്ചിട്ട് ഇത്രയും കണ്ടസ്റ്റൻസിനെ, ഈ പറയുന്ന ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും ബാധിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് ഇത്രയും ഒരു കോൺട്രവേഴ്സി ആക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ലായിരുന്നു ഈ ഒരു സിബിന്റെ കാര്യം കൂട്ടുപിടിച്ചിട്ട്. അപ്പൊ എന്തായാലും ബാക്കി ഇവിടെ കേട്ടു നോക്കാം. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇവൻ തള്ളേക്ക് വിളിച്ചേക്കുവാണ് യൂട്യൂബേഴ്സിനെ. ഇവനെ ഇത്രയും അധികം സപ്പോർട്ട് ചെയ്ത് 100-ൽ പരം വീഡിയോ ചെയ്തിരിക്കുന്ന നമ്മളെപ്പോൾ ഉള്ളവരെ ഇവൻ തള്ളേക്ക് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം. ഇവൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു, എല്ലാ പ്ലെയറെക്കാട്ടും ടാലന്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇവൻ ഈ കാണിച്ചത് തന്തയില്ലായ്മയാണ്. ഇവൻ എന്താണ് ചെയ്തത്? ഇവൻ എന്താണ് അവസാനം പറഞ്ഞത്? ഫൈനൽ സ്റ്റേജിൽ ബിഗ് ബോസും ഏഷ്യാനെറ്റുമാണ് എല്ലാത്തിന്റെയും അവസാനം. ഞാൻ വിജയിച്ചെങ്കിലും നിങ്ങൾ സ്നേഹിക്കേണ്ട അതിനെയാണ്. പുറത്തിറങ്ങി ഹൈദരാബാദിയുടെ ഇന്റർവ്യൂവിൽ ഇവൻ എന്താ പറഞ്ഞത്? റോബിനെ പോലെ ആവുമെന്ന് ചോദിച്ചപ്പോൾ റോബിന്റെ തന്തയല്ല എന്റെ തന്ത. ഇപ്പൊ എന്താ അഖിലിന്റെ തന്ത മാറിയോ? ഈ ഗ്രൂപ്പിലൊക്കെ ഇരുന്ന് ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് തള്ളക്കി വിളിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. അല്ലാതെ യൂട്യൂബേഴ്സിനെ വിളിച്ച് തള്ളക്കി വിളിക്കണമെങ്കിൽ പേഴ്സണൽ നമ്പർ എല്ലാവരുടെയും കാണുമല്ലോ കയ്യിൽ ഉണ്ടായിരുന്ന. കാര്യം നിങ്ങൾ പോകുന്നതിന് മുന്നേ ഈ പറയുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ നിങ്ങൾ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രോയ്ക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തള്ളക്കി വിളിക്കാനാണെങ്കിൽ നമ്മുടെയൊക്കെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ വിളിക്കുക. അപ്പം വിളിച്ച് നമ്മൾ ഈ തള്ളക്കി വിളി എന്താണെന്ന് ശരിക്കും തിരിച്ചു അങ്ങോട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഈ തള്ളക്കി വിളിക്കാൻ ബാക്കിയുള്ള എല്ലാവരെയൊക്കെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരം എന്ന് പറയുന്നത് ശരിയല്ല. കാര്യം മാരാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ്. പല കാര്യങ്ങളും നമ്മൾ സമ്മതിച്ചു തരുന്നത് എന്നും പറഞ്ഞ് നാട്ടുകാരെ തള്ളക്കി വിളിക്കാനോ എടുക്കാനൊന്നും നിങ്ങൾക്ക് ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ അധികാരമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ എല്ലാ യൂട്യൂബേഴ്സിനും ഒരുമാതിരി പുച്ഛിക്കുന്നുള്ളവരുടെ യൂട്യൂബേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങളില്ല. നിങ്ങൾ ഒരു ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ടല്ലേ. അപ്പം ഇത് എല്ലാവരെയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നു. എങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ എന്തിനാണ് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് നടക്കുന്നത്? ഈ ഒരു യൂട്യൂബേഴ്സ് ഉണ്ടായതുകൊണ്ടാണ് അയാളെ ഏറ്റവും കൂടുതൽ അയാൾക്ക് റീച്ച് വന്നതും അയാളെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലോട്ട് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയതും യൂട്യൂബേഴ്സ് കാരണമാണ്. അല്ലെന്ന് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല.
ഇതിന്റെ പേരും പറഞ്ഞ നാട്ടുകാരെ ചീത്ത വിളിക്കുന്ന എടുക്കുന്നതിനകത്തോട്ടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. എന്തായാലും മാരാർ ഈ ഒരു വിഷയം പറഞ്ഞതിന് ശേഷം 3-4 കണ്ടസ്റ്റൻസ് വന്നിട്ട് വീഡിയോസ് ഇടുന്നത് നിങ്ങൾ കണ്ടല്ലോ. എല്ലാവരും അവരുടെ ഭാഗങ്ങൾ മാക്സിമം അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എല്ലാവരുടെയും മുന്നിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുവാണ്. അവർക്ക് വേറെ വഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, അവർക്ക് വേറെ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് ആണ് കിട്ടുന്നത്. ഇത് ചുമ്മാതെ വന്നിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വേണ്ടേ ബ്രോ? എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ ശരിയായിരിക്കും, അതിനകത്തുള്ള 2 പേര് ഈ പറയുന്ന പരിപാടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ പറയുന്ന കണ്ടസ്റ്റൻസ് എന്ന് ചോദ്യം കാണും. പക്ഷെ ഇതൊരു വ്യക്തതയില്ലാതെ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ 100% ആൾക്കാരുടെ ഇടയിൽ ഒരു ചോദ്യം കാണും. ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.